IRFC ഒരു ട്രാപ്പാണോ അല്ലെങ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണോ? നിങ്ങൾ IRFC അതിന്റെ ഉയർന്ന വിലയിൽ, അതായത് ഓൾ ടൈം ഹൈയിലൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വളരെ വലിയ നഷ്ടത്തിലായിരിക്കും ഷെയർ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കാം, അല്ലെങ്കിൽ പുതിയ വഴികൾ, പുറത്തു കടക്കാനുള്ള മാർഗങ്ങൾ, ഇവയൊക്കെ പറ്റി കൃത്യമായിട്ട് പഠിക്കാം, നല്ല വഴികൾ കണ്ടെത്തും. റെയിൽവേയുടെ ഗ്രോത്ത് സ്റ്റോറി ഒരു ഗോൾഡൻ ടിക്കറ്റ് പോലെയായിരുന്നു. പക്ഷെ പലർക്കും അതൊരു ഫൈനാൻഷ്യൽ പേടി സ്വപ്നമായിട്ട് മാറിയതെങ്ങനെ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ തലയിൽ സ്റ്റോക്ക് വിറ്റഴിക്കാനുള്ള ഒരു പ്ലാൻഡ് ട്രാപ്പ് ആയിരുന്നു ഈ ഒരു ഫോൾ. അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഗവൺമെന്റ് എന്തിനാണ് സ്റ്റോക്ക് വിറ്റത് എന്നതിന്റെ യഥാർത്ഥ കാരണവും മിക്ക ഇൻവെസ്റ്റേഴ്സും മിസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട മാറ്റവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നു. ഈ വീഡിയോയുടെ അവസാനമാകുമ്പോഴേക്കും ഈ ഒരു ക്രാഷ് ട്രാപ്പ് ആണോ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഒരു കിടിലൻ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണോ എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോ വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. IRFC മാർക്കറ്റിന്റെ ഒരു ഫേവറേറ്റ് സ്റ്റോക്ക് ആയിരുന്നു. അതെന്തുകൊണ്ടായിരുന്നു എന്ന് അറിയണമെങ്കിൽ ആദ്യം അതിന്റെ ബിസിനസ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സിമ്പിൾ ആണ്. IRFC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയുടെ സ്പെഷ്യൽ ഫിനാൻസിംഗ് വിഭാഗമാണ്. പ്രധാന ജോലി മാർക്കറ്റിൽ നിന്ന് പണം കടം വാങ്ങുക, അതായത് ബോണ്ടുകളിലെയും ബാങ്ക് ലോണുകളിലെയും ഒക്കെ ആയിട്ട് പണം റെയിൽവേ മന്ത്രാലയത്തിന് കൊടുക്കുക. എന്തിനാണ് ഈ പണം ഉപയോഗിക്കുന്നത്? പുതിയ അസറ്റ് വാങ്ങുക. പ്രധാനമായിട്ടും അസറ്റ് എന്ന് പറയുന്നത് റോളിംഗ് സ്റ്റോക്ക് ആണ്, അതായത് പുതിയ ട്രെയിനുകൾ, കോച്ചുകൾ, വാഗണുകൾ ഒക്കെയാണ് വാങ്ങുന്നത്. ഈ ബിസിനസ് മോഡലിന്റെ ഭംഗി അത് എത്രത്തോളം സേഫ് ആയിരുന്നു എന്നതിലാണ്. IRFCയുടെ ഒരു പ്രധാന കസ്റ്റമർ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെയാണ്. റെയിൽവേ മന്ത്രാലയം വഴിയാണ് ഇതിന് ഒരു ഓപ്പണിംഗ് കിട്ടുക. ഒരു ലെൻഡിംഗ് കമ്പനിയുടെ ഏറ്റവും വലിയ പേടിയായിട്ടുള്ള ഡിഫോൾട്ട് റിസ്ക്, അതായത് കൊടുത്ത കടം തിരിച്ചു കിട്ടാതിരിക്കാനുള്ള സാധ്യത ഇവിടെ 0 ആയിരുന്നു. കണക്കുകളും അത് തന്നെയാണ് കാണിച്ചത്. IRFCക്ക് നോൺ പെർഫോമിംഗ് അസറ്റുകൾ, അതായത് കിട്ടാക്കടം ഒന്നും തന്നെയില്ല. മോശം ലോണുകൾ ഇല്ലാത്ത ഒരു ഫൈനാൻസിംഗ് കമ്പനി എന്ന് പറയുന്നത് അധികം കേൾക്കാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ സിമ്പിളും റിസ്ക് കുറഞ്ഞതുമായിട്ടുള്ള മോഡലിന് പിന്നിൽ ശക്തമായിട്ടുള്ള ഒരു വലിയ സ്റ്റോറി ഉണ്ടായിരുന്നു. ഇന്ത്യ ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ വിപ്ലവത്തിന്റെ നടുവിലാണുള്ളത്. അതിന്റെ എല്ലാം ഹൃദയഭാഗത്ത് റെയിൽവേ മോഡേൺ ആക്കുക എന്നൊരു ലക്ഷ്യം കൂടിയാണ്. പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ, സ്ലീപ്പറുകളൊക്കെ കൂടുതലായിട്ട് നമ്മുടെ ട്രാക്കുകളിലേക്ക് എത്തുമ്പോൾ പുതിയ ട്രാക്കുകൾ, പുതിയ ചരക്കിടനാഴികൾ, ഇതിന്റെ എല്ലാം പ്രഖ്യാപനങ്ങൾ കൂടി കൂട്ടത്തിൽ വന്നിരുന്നു. അപ്പൊ ഇതിനെല്ലാം വലിയ തോതിൽ പണം ആവശ്യമാണ്. മാർക്കറ്റ് ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിച്ച് സിമ്പിളും പവർഫുള്ളുമായിട്ടുള്ള നിഗമനത്തിലെത്തി. റെയിൽവേക്ക് വളരണമെങ്കിൽ അവർക്ക് പണം വേണം. ആ പണം കൊടുക്കുന്നത് IRFC ആണ്. അപ്പോൾ റെയിൽവേ വളരുമ്പോൾ IRFCയുടെ ലോൺ ബുക്കും ലാഭവും സ്വാഭാവികമായിട്ട് വളരും. അത് ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയിൽ നേരിട്ട് പെറ്റുവെക്കുന്ന പോലെയായിരുന്നു. ഈ ഒരു സ്റ്റോറിയാണ് ഈ സ്റ്റോക്കിനെ ഒരു അസാധാരണമായിട്ടുള്ള PSUവിൽ നിന്ന് ഒരു റോക്കറ്റ് ഷിപ്പ് ആക്കി മാറ്റിയത്. അതോടെ തങ്ങളുടെ ഗോൾഡൻ ടിക്കറ്റ് കിട്ടിയെന്ന് വിശ്വസിച്ച് ലക്ഷക്കണക്കിന് പുതിയ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അതിലേക്ക് ആകർഷിക്കപ്പെട്ടു. അപ്പൊ അതിനുശേഷമാണ് ആ ഒരു ക്രാഷ് ഉണ്ടായത്. അപ്പൊ ആ ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള റാലി പെട്ടെന്ന് നിന്നു. വലിയൊരു ഹൈയിൽ നിന്ന് സ്റ്റോക്ക് ഒരു വലിയ ക്രാഷിലേക്ക് വീണു. അതിന്റെ മാർക്കറ്റ് വാല്യൂവിന്റെ വലിയൊരു ഭാഗം നഷ്ടമായി. ഒരുപാട് പേരുടെ പോർട്ട്ഫോളിയോ നഷ്ടത്തിലായി. പേപ്പർ പ്രോഫിറ്റിൽ സന്തോഷിച്ചുകൊണ്ടിരുന്ന ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ വലിയ നഷ്ടം കണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്: എന്താണ്, എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്? ആദ്യം വന്ന വിശദീകരണങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ചില കാരണങ്ങളായിരുന്നു. ഒന്നാമത്തേത് പ്രോഫിറ്റ് ബുക്കിംഗ്. സ്റ്റോക്ക് വളരെ വേഗത്തിൽ ഒരുപാട് മുകളിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് തന്നെ കറക്ഷൻ സ്വാഭാവികമായിരുന്നു. ഒരുപക്ഷെ ശരിയാണ്. ഒരു സ്റ്റോക്ക് നേരെ മുകളിലേക്ക് പോകുന്നത്, അങ്ങനെ ഒരു എൻഡില്ലാതെ പോകുന്നതൊന്നും സ്വാഭാവികമായിട്ട് സംഭവിക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. രണ്ടാമത്തേത് PSU സ്റ്റോക്കുകളെ കുറിച്ചുള്ള മാർക്കറ്റ് സെന്റിമെന്റ് മോശമായിക്കൊണ്ടിരുന്നു. മുഴുവൻ PSU സെക്ടറും ഒരു വലിയ പോസിറ്റീവ് റാലി ഉണ്ടായിരുന്നു. ആ ഒരു റാലിക്ക് ശേഷം ഒരു സെക്ടർ ഓവർ ഹീറ്റഡ് ആവുകയും അതിനുശേഷമുള്ള ഒരു വിൽപ്പനയാണ് എന്നുകൂടി പല ഇൻവെസ്റ്റേഴ്സും വിശ്വസിച്ചു. അപ്പോൾ ഈ കാരണങ്ങൾ തെറ്റല്ല, പക്ഷെ അത് കൃത്യമായിട്ടുള്ള ഒരു ചിത്രമല്ല തരുന്നത് എന്നുള്ളതാണ്. ഈ വീഴ്ചയുടെ വലിപ്പവും വേഗതയും സൂചിപ്പിക്കുന്ന കൂടുതൽ ആഴത്തിലുള്ള സ്ട്രക്ചറൽ ആയിട്ടുള്ള എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. യഥാർത്ഥ കാരണം വെറും പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നില്ല. സ്റ്റോക്കിന്റെ സപ്ലൈ ഡിമാൻഡിൽ വന്ന വലിയ മാറ്റവും IRFCയുടെ കോർ സ്റ്റോറിയിൽ വന്ന ഒരു മാറ്റവുമാണ്. ആ ഒരു യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു കാരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ക്രാഷിന്റെ ആദ്യത്തെയും ഏറ്റവും വ്യക്തമായിട്ടുള്ള കാരണം ഓഫർ ഫോർ സെയിൽ ആയിരുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഒരു കമ്പനിയുടെ മെയിൻ ഓഹരി ഉടമ അത് ഇന്ത്യൻ ഗവൺമെന്റ് തന്നെയാണ്. അവരുടെ കയ്യിലെ ഷെയറിന്റെ ഒരു ഭാഗം വിൽക്കുന്നതിനെയാണ് OFS എന്ന് പറയുന്നത്. ഗവൺമെന്റ് തങ്ങളുടെ കയ്യിലുള്ള IRFC ഷെയറുകൾ വിൽക്കാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ഗവൺമെന്റ് എന്തിനാണ് സ്വന്തം ഷെയറുകൾ വിൽക്കുന്നത്? അവർക്ക് കമ്പനിയിൽ വിശ്വാസം നഷ്ടപ്പെടുന്നതുകൊണ്ടായിരുന്നില്ല, പക്ഷേ ഒരു ലീഗൽ റിക്വയർമെന്റ് ആയിരുന്നു. സെബിക്ക് മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിംഗ് എന്നൊരു നിയമമുണ്ട്. അതനുസരിച്ച് ഒരു ലിസ്റ്റഡ് കമ്പനി കുറഞ്ഞത് 25% ഷെയറുകൾ പബ്ലിക്കിന്റെ കയ്യിലായിരിക്കണം. IRFCയിൽ ഗവൺമെന്റിന്റെ ഷെയർ 86% മുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഷെയർ 75% എന്ന ലിമിറ്റിലേക്ക് കുറയ്ക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. അപ്പൊ ഈ ഒരു നിയമം പാലിക്കാനുള്ള നടപടി കൊണ്ട്
കൊണ്ട് ആ ഒരു വലിയ രീതിയിലുള്ള സെല്ലിംഗ് ഇവിടെ ഉണ്ടായി. പക്ഷെ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് ടെക്നിക്കൽ കാര്യങ്ങൾ നോക്കിയല്ല, സപ്ലൈയുടെയും ഡിമാൻഡിന്റെയും അടിസ്ഥാനത്തിലാണ്. OFS പ്രഖ്യാപനം വന്നതോടെ ഒരു സപ്ലൈ ഓവർ ഹാങ്ങിങ് ഉണ്ടായി. അതായത് വലിയൊരു അളവിൽ പുതിയ ഷെയറുകൾ മാർക്കറ്റിലേക്ക് വരാൻ തുടങ്ങി. അപ്പൊ സ്റ്റോക്ക് പ്രൈസിൽ പെട്ടെന്നൊരു പ്രഷർ ഉണ്ടാക്കി. വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എന്തിന് മാർക്കറ്റിൽ നിന്ന് വാങ്ങണം, അവർക്ക് ഒരുപക്ഷെ ഡിസ്കൗണ്ടിൽ OFS നിന്ന് വാങ്ങാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നു. ആ ഒരു ചിന്ത വന്നതോടെ സെല്ലിംഗ് കൂടുകയും ബൈയിങ് കുറയുകയും ചെയ്തു. ഇത് സ്റ്റോക്കിന്റെ ആ ഒരു വീഴ്ചയ്ക്ക് ശക്തം ഒരു വേഗത കൂട്ടി എന്ന് തന്നെ വേണം പറയാം. എന്നാൽ OFS ആ ഒരു കഥയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു. അതിലും പ്രധാനപ്പെട്ട മിക്ക ഇൻവെസ്റ്റേഴ്സിനും ശ്രദ്ധിക്കാത്ത മറ്റൊരു മാറ്റം നടക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് IRFCയുടെ ബുൾ കേസ് എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് മൂലധന ചെലവിന്റെ ഫണ്ടിംഗ് സോഴ്സ് ആയിരുന്നു എന്നതാണ്. എന്നാൽ ഇവിടെ ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റ് വരുന്നുണ്ടായിരുന്നു. റെയിൽവേ പ്രോജക്റ്റുകൾക്ക് ഫണ്ട് ചെയ്യാൻ ഗവൺമെന്റ് സ്വന്തം ബഡ്ജറ്റിൽ നിന്നുള്ള പണം കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. IRFC ഇപ്പോഴും റെയിൽവേയുടെ ഒരു വലിയ ഫണ്ടിംഗ് പാർട്ണർ തന്നെയാണ്. പക്ഷേ ആ റിലേഷൻഷിപ്പിന്റെ രീതി പതുക്കെ മാറുകയായിരുന്നു. റെയിൽവേയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള പങ്ക് വർദ്ധിച്ചു വരുന്നത് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതായിരുന്നു മിക്ക റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ശ്രദ്ധിക്കാതെ പോയ ആ ഒരു നിർണായകമായിട്ടുള്ള ഡേറ്റ പോയിന്റ്. IRFCയുടെ പങ്ക് ചെറുതായിരുന്നില്ല എന്നല്ല ഇതിനർത്ഥം. അതൊരു ഗോൾഡൻ ടിക്കറ്റ് സ്റ്റോറിക്ക് കാരണമായിട്ടുള്ള റെയിൽവേ മന്ത്രാലയത്തിൽ നിന്നുള്ള ആ ഒരു ഉറപ്പുള്ള പണമൊഴുക്ക് ഇപ്പോൾ പഴയതുപോലെ ഇല്ല എന്ന് കൃത്യമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. ബിസിനസ് മോഡൽ തകർന്നിട്ടില്ല, പക്ഷെ റെയിൽവേയുടെ ഫണ്ടിംഗ് മിക്സ് മാറുകയായിരുന്നു. ഈ ഒരു മാറ്റം മണത്തറിഞ്ഞ മാർക്കറ്റ് കമ്പനിയുടെ ഭാവിയെ കുറിച്ചുള്ള ഗ്രോത്ത് പ്രതീക്ഷകൾ റീവാലുവേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു രണ്ട് കാരണങ്ങളും ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നത് പെട്ടെന്നൊരു പ്രൈസ് ക്രാഷിന് കാരണമാക്കി എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അപ്പോ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ ഈ ഒരു കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാൻ ഈ ഡീപ്പ് അനാലിസിസ് നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ ഹെഡ്ലൈനുകൾക്ക് അപ്പുറമുള്ള അനാലിസിസുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലോകത്തെ ആ ഒരു ബഹളങ്ങൾക്കിടയിൽ കൃത്യമായിട്ടുള്ള ഇൻസൈറ്റ് തരാൻ ഈ ചാനൽ ശ്രമിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു ചാനലാണ് നമ്മുടേത്. അപ്പോ വീഡിയോ കൂടി ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. നമ്മൾ ആ ഒരു വലിയ ചോദ്യത്തിലേക്ക് വരികയാണ്. ഈ വീഴ്ച റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനുള്ള ഒരു ട്രാപ്പാണോ അതോ റെയർ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു? നമുക്ക് രണ്ട് വശവും പരിശോധിക്കേണ്ടതുണ്ട്. ട്രാപ്പാണ് എന്നുള്ള വാദത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ വാല്യൂ ട്രാപ്പ് ആണ് എന്ന് പറയുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം സ്റ്റോക്കിനെ മുകളിലേക്ക് കൊണ്ടുപോയ ആ ഒരു പഴയ സ്റ്റോറി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേ നേരിട്ടുള്ള ബജറ്റ് സപ്പോർട്ടിനെ കൂടുതൽ ആശ്രയിക്കുകയാണെങ്കിൽ IRFCയുടെ പ്രധാന ബിസിനസ് ആയിട്ടുള്ള ലീസിംഗിലെ വളർച്ച മെല്ലെയാകാം. മാർക്കറ്റ് പ്രതീക്ഷിച്ച ആ ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള റേറ്റിൽ കമ്പനിയുടെ ലോൺ ബുക്ക് ഇനി വളർന്നേക്കില്ല. OFS ഒരു ഘട്ടം മാത്രമായിരുന്നു. 25% പബ്ലിക് ഷെയർ ഹോൾഡിംഗ് നിയമം പാലിക്കാൻ ഗവൺമെന്റ് ഭാവിയിലും കൂടുതൽ ഷെയറുകൾ വിൽക്കേണ്ടി വന്നേക്കാം. ഇതിനർത്ഥം കൂടുതൽ സപ്ലൈ പ്രഷർ എന്നൊരു പേടി എപ്പോഴും സ്റ്റോക്കിന് മുകളിൽ ഒരു വാളായിട്ട് തൂങ്ങിക്കിടക്കുന്നുണ്ടാവും എന്ന് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഏതൊരു വലിയ മുന്നേറ്റത്തെയും ലിമിറ്റ് ചെയ്തേക്കാം ഈ ഒരു കാഴ്ചപ്പാടിൽ. ഇപ്പോൾ വാങ്ങുന്നത് പ്രധാന ഗ്രോത്ത് എഞ്ചിൻ സ്ലോ ആയ ഭാവിയിൽ കൂടുതൽ ഷെയർ സെല്ലിംഗ് വരാനിരിക്കുന്ന ഒരു സ്റ്റോക്കിൽ ട്രാപ്പ് ആവുന്നത് പോലെയാണ് എന്നാണ് ആ ഒരു വിശകലനം. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതൊരു നല്ല അവസരമാണ് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് പറയുന്നവർ നോക്കുന്നത് എന്താണ്? IRFC എന്തായിരുന്നു എന്നതല്ല, അത് എന്തായി മാറാൻ പോകുന്നു എന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായിട്ട് മാർക്കറ്റിന്റെ റിയാക്ഷൻ ഒരുപക്ഷെ ഒരു ഓവർ റിയാക്ഷൻ ആയിരിക്കാം. വില വീണത് ഒരു ടെക്നിക്കൽ കാരണമായിട്ടുള്ള OFS കൊണ്ടും സ്റ്റോറിയിൽ വന്ന മാറ്റവും കൊണ്ടാണ്, അല്ലാതെ ബിസിനസ് തകർന്നുകൊണ്ടല്ല. കോർ ബിസിനസ് ഇപ്പോഴും അവിശ്വസനീയമാംവിധം അങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. കിട്ടാക്കടങ്ങളില്ല, ഗവൺമെന്റിന്റെ സപ്പോർട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോഴും കമ്പനി ലാഭത്തിലാണ്. അതിലും പ്രധാനമായിട്ട് IRFC ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുകയല്ല. റെയിൽവേയുടെ സാഹചര്യങ്ങൾ മാറുന്നത് കണ്ടറിഞ്ഞ് കമ്പനി പുതിയ പുതിയ ബിസിനസ്സുകൾ നോക്കുന്നുണ്ട്. അതായത് ഡൈവേഴ്സിഫൈ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. റെയിൽവേയുമായിട്ടുള്ള ബന്ധമുള്ള ഏത് പ്രോജക്റ്റിനും ഫണ്ട് നൽകാൻ അവരുടെ നിയമങ്ങൾ അനുവദിക്കുന്നുണ്ട്. മെട്രോ റെയിൽ പ്രോജക്റ്റുകൾ, പോർട്ടുകൾ, ലോജിസ്റ്റിക്സ് പാർക്കുകൾ ഇവയ്ക്കൊക്കെ ഫണ്ട് നൽകാനുള്ള സാധ്യതകൾ കമ്പനി നോക്കുന്നുണ്ട്. അതിന്റെ ആദ്യ സൂചനകൾ നമ്മൾ കാണുകയുണ്ടായി. ഉദാഹരണത്തിന് ഹൈദരാബാദ് മെട്രോയുടെ കടം റീഫിനാൻസ് ചെയ്യുന്നതിൽ അവര് പങ്കാളികളായിട്ടുണ്ട്. ഇതൊരു നിർണായകമായ മാറ്റമാണ്. IRFC ഒറ്റ കസ്റ്റമർ മാത്രമുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് പലതരം ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾക്ക് ഫണ്ട് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് മാറാനുള്ള ശ്രമത്തിലാണ്. തീർച്ചയായിട്ടും ഇതൊരു സ്റ്റാർട്ടിങ്ങിലാണെങ്കിലും വലിയൊരു ഷിഫ്റ്റ് ആണ്. ഇപ്പോഴത്തെ കുറഞ്ഞ വിലയിൽ മറ്റു ഫണ്ടമെന്റൽ ഘടകങ്ങളും കൂടുതൽ ആകർഷണീയമായി കാണപ്പെടുന്ന ഒരു ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഡിവിഡന്റ് ഈൽഡ് കൂടുതൽ അട്രാക്റ്റീവ് ആക്കുകയാണ്. അപ്പോൾ ഈ ഒരു പുതിയ ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി വിജയിക്കുന്നതിനായിട്ട് കാത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സ്ഥിര വരുമാനം നൽകുന്ന നല്ലൊരു സ്റ്റോക്ക് എൻട്രി ആയിരിക്കും IRFC എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ IRFCയെ കുറിച്ചിട്ടുള്ള പല രീതിയിലുള്ള അനാലിസിസ് നമ്മൾ നോക്കി. ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അവരുടെ മുമ്പുണ്ടായ ഓൾ ടൈം ഹൈ, അതുപോലെ തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ, ഇപ്പോഴുള്ള ഒരു സാഹചര്യം ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മൂവിംഗ് ആവറേജസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു കംപ്ലീറ്റ് സ്റ്റോറി ഏതാണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ
ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. IRFCയുടെ ഈ വീഴ്ച ട്രാപ്പാണോ അവസരമാണോ, അല്ലെങ്കിൽ അതിന്റെ ഉത്തരം യഥാർത്ഥത്തിൽ നിങ്ങളെ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിനെ അനുസരിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. റാലി കണ്ട് ആവേശമൂത്ത ഏറ്റവും ഉയർന്ന വിലയിൽ വാങ്ങിയവർക്ക് തീർച്ചയായിട്ടും ഒരു വലിയ ട്രാപ്പ് തന്നെയായിരുന്നു. കാരണം അവർ വാങ്ങിയത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോറിയുടെ പുറത്തായിരുന്നു. തീർച്ചയായിട്ടും ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നവരെ മാർക്കറ്റ് എപ്പോഴും ഇതുപോലെ തന്നെ ട്രീറ്റ് ചെയ്ത ഒരുപാട് അവസരങ്ങൾ നമ്മൾ പല സ്റ്റോക്കുകളിലായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി നഷ്ടത്തിലിരിക്കുന്ന ഒരു ലോങ് ടൈം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം പേടിച്ച് വിൽക്കുന്നത് ഒരു പക്ഷേ ഏറ്റവും മോശമായിട്ടുള്ള തീരുമാനമായിരിക്കും. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയല്ല, സ്റ്റേബിളും ലാഭകരവും ഗവൺമെന്റ് സപ്പോർട്ടുമുള്ള ഒരു സ്ട്രാറ്റജിക് മാറ്റത്തിന് നടുവിലുള്ള ഒരു കമ്പനിയാണ്. നിങ്ങളുടെ പ്രതീക്ഷകൾ റീസെറ്റ് ചെയ്യുക എന്നതാണ് പ്രധാനം. പെട്ടെന്നുള്ള മൾട്ടി ബാഗർ റിട്ടേൺസ് എന്ന സ്വപ്നം ഒരു പക്ഷേ കഴിഞ്ഞിരിക്കാം. പുതിയ റിയാലിറ്റി പതുക്കെ സ്ഥിരമായിട്ട് ഡിവിഡൻഡ് നൽകുന്ന ഒരു PSUവിന്റേതാണ്. അതിന്റെ ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി വിജയിക്കുന്നതിനനുസരിച്ച് വളരെ മിതമായിട്ടുള്ള ഒരു വളർച്ചയും നമുക്ക് കമ്പനിയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഇടിവിൽ വാങ്ങാൻ നോക്കുന്ന പുതിയ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഡിസ്കൗണ്ടിൽ വാങ്ങുന്നത് ആ ഒരു പഴയ ഹൈ ഗ്രോത്ത് സ്റ്റോറി അല്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡൈവേഴ്സിഫൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിയറുടെ സ്റ്റോറിയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതും ഒരുപക്ഷെ വളരെ ന്യായമായ വിലയിൽ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഓപ്പർച്യൂണിറ്റി എന്നത് പെട്ടെന്നുള്ള തിരിച്ചുവരവല്ല, മറിച്ച് IRFCയുടെ പുതിയ മാറ്റത്തിന്റെ വളരെ ദീർഘവീക്ഷണമുള്ള ഒരു വിജയമാണ്. പെട്ടെന്നുള്ള ആ ഗെയിം ചേഞ്ചിനായിട്ട് നിങ്ങൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ യാത്രയിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ക്ഷമയോടെ അക്യുമുലേറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കായിട്ട് IRFC മാറുന്നുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ IRFCയുടെ കഥ അതിവേഗ ട്രെയിനിൽ നിന്ന് ഹെവി ഡ്യൂട്ടി ലോങ് ടേം ട്രെയിനിലേക്ക് മാറിയിരിക്കുകയാണ്. അത് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് അത്ര വേഗത്തിൽ എത്തിച്ചേക്കില്ല, പക്ഷേ വിശ്വസനീയമാണ്. നല്ല രീതിയിൽ ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ നിർമ്മിച്ചതാണ്. ക്ഷമയുള്ള ഇൻവെസ്റ്റർക്ക് അവർ തിരയുന്ന യാത്ര ഇത് തന്നെയായിരിക്കും. അത്തരത്തിലുള്ള ഇൻവെസ്റ്റർക്ക് നല്ലൊരു സ്റ്റോക്ക് സെലക്ഷൻ ആണ്. ഒട്ടും വൈകാതെ IRFCയുടെ സ്റ്റോക്കുകളെ പറ്റി കൂടുതൽ പഠിച്ച് ഒരു ഇൻവെസ്റ്ററായി മാറാൻ ശ്രമിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ സ്റ്റോക്ക് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.